ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് റിക്വസ്റ്റും കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് സാഹചര്യം കൊണ്ട് ചിലപ്പം പറ്റാറില്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കലും ഹസ്ബൻഡ് പോകുന്നതും വരുന്നതും എല്ലാം കൂടെ കൊണ്ട് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് എല്ലാം കൂടെ നോക്കിയിട്ടൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രാവിലെ ഒരു 5 മണി 5:30 ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഹസ്ബൻഡ് ഒന്ന് പോവും. അപ്പോൾ ഒന്നും കഴിക്കൊന്നുമില്ല കേട്ടോ, റെഡി ആയിട്ട് പോവും. ചിലപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് പോവും. അല്ലാത്ത സമയത്ത് കുടിക്കാൻ നിൽക്കില്ല. ലേറ്റായിട്ട് എണീറ്റാൽ പിന്നെ അതിനൊന്നും നിൽക്കില്ല കേട്ടോ. പിന്നെ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് രാവിലെ ഒന്ന് റെഡിയായി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയ്ക്ക് വരും. അപ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് നേരം വെളുക്കാൻ തുടങ്ങും കേട്ടോ. ആ ഒരു ടൈമിൽ ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ ചായ കുടിക്കലില്ല. അപ്പോൾ ഹസ്ബൻഡിന് മാത്രമുള്ള ഒരു കപ്പ് ചായ അത്രേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അത് ചില ദിവസം കോഫി ആയിരിക്കും, ചിലപ്പോൾ ചായ ആയിരിക്കും. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കലുള്ളൂ. പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് ജലദോഷം നല്ലോണം കൂടിയിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് അലർജി ഉണ്ട്. അപ്പോൾ ജലദോഷം കൂടെ പിടിച്ചപ്പോൾ മാറുന്നില്ല കേട്ടോ. ഒരു 3 ആഴ്ചയോളമായി പനിയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിട്ട് മാറുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോസ് ഇതൊക്കെ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ്. എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടൈം എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു വോയിസിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ മനഃപൂർവ്വം അപ്ലോഡ് ചെയ്യാത്തത്. എനിക്ക് മൂക്ക് 2 ഹോളും അടഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു മൂക്ക് പൊത്തി പിടിച്ച് പറയുന്ന പോലെയാണ്. അപ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടാവും എൻ്റെ സംസാരം. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത 2 വീഡിയോസും 2-3 വീഡിയോസിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. കുറേ ഞാൻ വോയിസ് കൊടുക്കും, ഡിലീറ്റ് ചെയ്തും പിന്നെ ഇത് ശരിയായിട്ട് മാറിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ ഇത് ശരിയാവുന്നില്ല. ഒന്നാമത് ക്ലൈമറ്റ് ചേഞ്ച് ആയതിനെ കൊണ്ടാണ്. ഒന്ന് റെഡിയാവും അപ്പോഴേക്ക് എന്തെങ്കിലും കൂടുതൽ മഞ്ഞ അല്ലെങ്കിൽ മഴ, വെയിലറിക്കുക, അങ്ങനെ പല ടൈമിലുമാണ് ഓരോ ഇത് ഉള്ളത്, ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നത്. അപ്പം പിന്നെ അതിനനുസരിച്ചിട്ട് എനിക്ക് എൻ്റെ എന്താ പറയുക ജലദോഷം പിടിക്കലും പനിയും എല്ലാം മാറി മാറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രശ്നമുള്ളത്. അങ്ങനെ ചായയും അതുപോലെ തന്നെ കടിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചായ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രാവിലെ നന്ന രാവിലെ കഴിക്കൂല. ഒരു 10 മണിയൊക്കെ ആയിട്ട് ഞാൻ കഴിക്കുള്ളൂ. അപ്പോൾ ഹസ്ബൻഡിന് മാത്രമുള്ളത് കൊടുക്കുകയാണ്. ഞാനൊരു ചെറിയ രീതിയിലൊരു ഇൻ്റർമീഡിയറ്റ് ഡയറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈവനിങ് 7 മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം 10 മണിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹസ്ബൻഡിനുള്ളത് മാത്രം കുറച്ചൊരു ദോശ പോലെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇത് മൈദ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഞാൻ കറിയായിട്ട് ഉച്ചക്കേക്കുള്ളതും അതുപോലെ തന്നെ രാവിലത്തേക്കുള്ളതും ഒരുമിച്ച് വെക്കുകയാണ്. ഇവിടെ പരിപ്പ് കറിയില്ലേ, അതാണ് വെക്കുന്നത്. അപ്പോൾ പരിപ്പും പിന്നെ അതിലേക്ക് ഉള്ളിയും തക്കാളിയും കിഴങ്ങും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് ഹസ്ബൻഡ് ഏകദേശം വരാറായിട്ടുണ്ട്. രാവിലെ 5-6 മണി ആ ഒരു ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ 7:30 ഒക്കെ ആകുമ്പോഴേക്കും എത്തും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 8-9 മണി ആകുമ്പോഴേക്കാണ് കേട്ടോ പിന്നെ പോവാറുള്ളത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് എടുക്കുകയാണ് വീഡിയോസൊക്കെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്നു. ഇങ്ങനെ ചായയും കടിയൊക്കെ എടുത്തു കൊടുക്കലാണ് കേട്ടോ ആ ഒരു ടൈമിൽ. പിന്നെ കുറച്ചൊക്കെ സമയം കഴിഞ്ഞ് ഒരു 1 മണിക്കൂറൊക്കെ ടൈം ഉണ്ടാവുള്ളൂ, അപ്പോഴേക്ക് പോകാനാവും. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഞാനൊരു 10 മണിയൊക്കെ ആവും കഴിക്കുമ്പോൾ. ഇത് നമ്മുടെ സ്പിനിച്ചില്ലേ, പാലക്ക്, അത് തോരൻ പോലെ വെച്ചതാണ്. പച്ചക്ക് കഴിക്കാൻ എനിക്ക് എന്തോ അത്ര ഇഷ്ടമല്ല. പിന്നെ ബോയിൽഡ് എഗ് ഉണ്ട്, കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, അത്രയൊക്കെയാണുള്ളത്.
അങ്ങനെ ഹസ്ബൻഡൊക്കെ പോയി ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പുറത്തേക്ക് വന്ന് ചെടികൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോകുമ്പോൾ ഭയങ്കര പാടാട്ടോ. എന്നാൽ തന്നെ ഉള്ളത് അപ്പുറത്തുള്ള ക്വാർട്ടറിലൊക്കെ കൊടുത്ത് അവരടുത്ത് വെള്ളം നനയ്ക്കാനൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ പൂക്കളുണ്ടായി കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്തുള്ളതായിരുന്നു. ഇവിടെ തൊട്ടടുത്തൊരു മലയാളി ഉണ്ടായിരുന്നു തൃശ്ശൂരുള്ള. അവർ നാട്ടിൽ പോയപ്പോൾ കുറച്ച് ചെടികൾ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ചെടികൾ 10 മണി മുല്ല എന്ന് പറയില്ലേ, 10 മണി ചെടി എന്ന് പറയുന്നത് അത് ഒക്കെ അവരുടെയാണ്. എൻ്റേത് ഇപ്പോൾ ഈ പൂ കണ്ടോ, ഇത് നമ്മുടെ കറ്റാർവായലിലുള്ള പൂവാട്ടോ. അപ്പോൾ ഈ കാണുന്ന മല്ലിക ചെടികളൊക്കെ അല്ലേ, ഇത് ചെറിയ കുഞ്ഞു തൈകളാണ് കേട്ടോ. ഒരു തൈ തന്നെ 3-4 പൂക്കളൊക്കെ നിറച്ച് മൊട്ടുകളുണ്ട്. 10 രൂപ വരുന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു തൈന്. പക്ഷെ നിറച്ച് പൂക്കളുണ്ട്, കാണാൻ നല്ല രസമായി. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ജമന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ എന്നെ നോക്കാൻ ഏൽപ്പിച്ച് പോയതാണ്. അങ്ങനെ അതൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അതിനൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും കഴിച്ചതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോഴേ കഴുകി വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പണി തീരും കേട്ടോ. പിന്നെ പോരാത്തതിന് ഒരുപാട് കൗണ്ടർ ടോപ്പൊന്നും ഇല്ല. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചതൊക്കെ ഞാൻ പുറത്ത് വെയിലുണ്ടാകുമ്പം അവിടെ കൊണ്ടുപോയിട്ട് ആ ഒരു ചെയറിൽ ഉണക്കാൻ വെക്കലാണ് കേട്ടോ. ഇവിടെ എൻ്റെ ചപ്പൽ സ്റ്റാൻഡ്, ചെടി വെക്കുന്ന സ്റ്റാൻഡും ഇതുപോലത്തെ സ്റ്റഡി ചെയർ എൻ്റെ പാത്രം ഉണക്കാൻ വെക്കുന്ന സ്റ്റാൻഡുമായിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് കൂടുതൽ. ഇതെന്ന് പറയുമ്പോൾ എനിക്ക് പാത്രം വെക്കുന്ന സ്റ്റാൻഡില്ല, ഞാൻ വെറുതെ വാങ്ങിച്ചിട്ടില്ല. ഇങ്ങനെ അപ്പോഴേ ഉള്ളത് ഉണക്കി വെക്കലാണ് കേട്ടോ. അങ്ങനെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടലാണ്. ഇതിൽ 2 ബ്ലാങ്കറ്റ് ഉണ്ട് കേട്ടോ. തണുപ്പ് കൂടുന്നതുകൊണ്ടാണ് 2 യൂസ് ചെയ്യേണ്ടി വന്നത്. ആദ്യം മുകളിലുള്ളത് ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചത്, പിന്നെ താഴെയുള്ളത് പുതിയത് ഇപ്രാവശ്യം വാങ്ങിച്ചാണ് കേട്ടോ. അത്രയും തണുപ്പുള്ളതുകൊണ്ട് തന്നെ രണ്ടും ഇപ്പോൾ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. സമ്മർ ആകുമ്പോൾ പിന്നെ അതെല്ലാം എടുത്ത് മാറ്റും കേട്ടോ. പിന്നെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടക്കുന്ന പരിപാടിയാണ്. എന്തൊന്നും അടിച്ച് വാരി തുടക്കില്ല. കിച്ചണും അതുപോലെ ഈ ഒരു ഹാളും ഞാൻ ഡെയിലി അടിച്ചു വാരും. അവിടെയാണ് കൂടുതൽ പൊടികൾ ഉണ്ടാവുക. തുടക്കൽ പിന്നെ 2 ദിവസം കൂടുമ്പോഴോ ഒക്കെ ഉള്ളൂ. പിന്നെ തണുപ്പായതുകൊണ്ട് തന്നെ എന്നും തുടയ്ക്കുന്നത് കൂടുതൽ തണുപ്പുണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ആക്കുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു മലയാളി നാട്ടിൽ പോയെന്ന്, അവർ പോയപ്പോൾ കുറച്ച് പച്ചക്കറികൾ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കാലിയാക്കിയിട്ടേ നമുക്ക് നാട്ടിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ തന്നിട്ടുണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ അതുപോലെ ബോക്സിലാക്കിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ് കേട്ടോ അടുത്ത പണി. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഞാൻ എപ്പോഴും ഇതുപോലെ കമഴ്ത്തി വെക്കലാണ് കേട്ടോ. അതാകുമ്പോൾ കുറേ സമയം ഇരുന്നോളൂ. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ ഒന്നും ചീത്തയായി പോവില്ല കേട്ടോ. അല്ലാത്ത സമയത്തും ഞാൻ ഇതുപോലെ തന്നെ എല്ലാം കമഴ്ത്തിയിട്ട് ഓരോന്നായിട്ട് ഒന്നായിട്ട് കൂട്ടിയിടൂല. അങ്ങനെ ആകുമ്പോൾ കുറേ സമയം ഇരുന്നോളും. പിന്നെ വന്നിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് എന്താ പറയുക മാറ്റി വെക്കലാണ്. ഈ വെളുത്തുള്ളി കണ്ടോ, എൻ്റെ ചെറിയുള്ളി മുളച്ച അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വെളുത്തുള്ളി മുളച്ച് വന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വെളുത്തുള്ളിക്ക് 400 രൂപയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കിലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ക്യാൻറ്റീനിൽ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വെളുത്തുള്ളി വില കൂടിയപ്പോൾ അതങ്ങനെ ഫ്രഷ് വാങ്ങിക്കുന്നത് നിർത്തിയിരുന്നു. ഇപ്പോൾ അതെടുത്ത് നോക്കിയപ്പോൾ വല്ലപ്പോഴും ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് അതങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചത്. ഇപ്പോൾ എല്ലാം മുളച്ച് നല്ല പരുവായിട്ടിട്ട്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഞെട്ട് കളഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് വെക്കലാണ്. പിന്നെ അപ്പോഴേക്ക് ഏകദേശം ഹസ്ബൻഡ് വരാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചോറൊക്കെ വെക്കലാണ് കേട്ടോ. അപ്പം 1 കപ്പ് ഇട്ടാൽ തന്നെ 2 പേർക്കും ഒരു നേരത്തിനുള്ള ഫുഡാവും. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആയിട്ട് ഇടയ്ക്ക് എനിക്ക് പെട്ടെന്നൊരു കേക്കിന് ഓർഡർ വന്നു. ഹസ്ബൻഡ് വിളിച്ചിട്ട് തൊട്ടപ്പുറത്തെ ഓർഡറിലേക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരു കേക്ക് എഗ്ലെസ് കേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓവനിലേക്ക് വെച്ച് സെറ്റാക്കാമെന്ന്. അപ്പോൾ എനിക്കിവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഓർഡർ എന്ന് പറയുന്നത് എഗ്ലെസ് കേക്കായിരുന്നു കേട്ടോ. ഇവിടെ നോർത്ത് ഇന്ത്യൻസ് അധികം എഗ്ഗ് കഴിക്കാത്തവരാണ്. അവർ ഹസ്ബൻഡ് കഴിക്കും, അവർ ലേഡീസ് കഴിക്കൂല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നതും എഗ്ലെസ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഫസ്റ്റ് ട്രയൽ നടത്തിയതാണ് ഈ ഒരു എഗ്ലെസ് റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പോൾ അതൊക്കെ സെറ്റായി. കേക്കെല്ലാം ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് വന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കലാണ്.
ഒന്നുമില്ലേ ഓക്കെ. എന്താ ഇപ്പൊ വേഗം പോണ്? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് പിന്നെ കേക്കിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ബേക്ക് ചെയ്ത് എടുത്തു. അതിനിടയ്ക്ക് ഒന്ന് ഈവനിങ്ങിലൊന്ന് വാക്കിങ്ങിന് പോവും. തിരിച്ച് വന്നിട്ടാണ് പിന്നെ കേക്ക് ഡെലിവറി ചെയ്യാനുള്ളൊരു ടൈമായിരുന്നു കേട്ടോ. 7 മണിയാകുമ്പോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കലാണ്. ഇവിടെ കേക്കിൽ എന്താ പറയുക, ക്യാൻഡിൽസൊക്കെ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കേക്കിൽ ക്യാൻഡിൽസും നൈഫൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. എല്ലാം അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കേക്ക് ട്രാവൽ ചെയ്യാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഡെലിവറി ചെയ്യുമ്പം ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഒക്കെ അടുത്ത് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ ക്വാർട്ടറിൻ്റെ തൊട്ടടുത്തുള്ള തന്നെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ റൂമിൽ ഒരുപാട് അലക്കിയ തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. വിൻ്റർ ക്ലോത്ത് ഒന്നാമത് ഇവിടെ തണുപ്പാണല്ലോ, അപ്പം നല്ല വെയിലുള്ള ദിവസമാണ് കൂടുതൽ അലക്കാൻ നിൽക്കാറുള്ളത്. അപ്പോൾ ഈ ഫർ ക്ലോത്തൊക്കെ ഉണങ്ങണമെങ്കിൽ നല്ല അത്യാവശ്യം നല്ല വെയിൽ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ച എടുത്താലും അത് ഉണങ്ങാറില്ല. അപ്പം അങ്ങനെ എൻ്റെ ഡ്രസ്സുകളും ഹസ്ബൻഡിൻ്റെയും അതുപോലെ യൂണിഫോം എല്ലാം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ മടക്കലാണ് കേട്ടോ. ഞങ്ങളിവിടെ 2 പേരേ ഉള്ളെങ്കിലും ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഇവിടെ വിൻ്റർ ടൈം ആകുമ്പോൾ വിൻ്ററിനുള്ള അത്രയും ഡ്രസ്സുകൾ നമുക്ക് വേണ്ടി വരും, ഓരോ ദിവസം യൂസ് ചെയ്യാൻ വേണ്ടേ. പിന്നെ അതുപോലെ സമ്മർ ആകുമ്പോൾ സമ്മറിനും ഇതുപോലെ കുറേ ഡ്രസ്സുകൾ വേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയധികം ഡ്രസ്സുകൾ കാണുന്നത്. എനിക്ക് ഈ ഒരു ഫർ ക്ലോത്ത് ഇല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ വിൻ്ററിന് ഞാൻ യൂസ് ചെയ്യുന്നത്. നോർമലായിട്ടുള്ള കുറച്ച് കട്ടി കുറവുള്ളതൊന്നും എനിക്ക് സെറ്റാവില്ല. അങ്ങനെ ഞാൻ ഇടുമ്പോൾ തന്നെ എനിക്ക് 2 എണ്ണം. അപ്പോൾ ഞാൻ ഇട്ടതും അതിനടിയിൽ വേറെ ഒരെണ്ണം ഉണ്ട്. ഇത്രയും ഡ്രസ്സ് ഞാൻ മടക്കി വെച്ചതൊക്കെ അലക്കി വെച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത്. കുറച്ച് കട്ടി കുറവുള്ളതാണ്, ഫറല്ല. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഹസ്ബൻഡ് വന്ന സമയത്ത്, രാത്രി വന്ന സമയത്ത് ഒരു ഡയറി മിൽക്കും പിന്നെ അതുപോലെ തന്നെ മോമോസില്ലേ, ആ ഒരു മോമോസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നോർത്ത് സൈഡിലെ മോമോസ് കഴിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അതാകുമ്പം വെജാണ് ഞങ്ങൾ കഴിക്കാറ്, നോൺ വെജ് കഴിക്കാറില്ല, ഹലാലല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അതിലേക്ക് വന്ന മയോണൈസും പിന്നെ ഒരു റെഡ് സോസും ഉണ്ടായിരുന്നു. ഈ റെഡ് സോസ് ഭയങ്കര എരിവാണ് കേട്ടോ. അതധികം യൂസ് ചെയ്യലില്ല, അതങ്ങനെ കൊണ്ട് കളയലാണ്. അധികം കഴിയൂല കഴിക്കാൻ വേണ്ടിയിട്ട്, അത്രയും എരിവാണ് കേട്ടോ. പിന്നെ ഹസ്ബൻഡ് പോയിട്ട് കുറച്ച് കോഫിയൊക്കെ ഉണ്ടാക്കിയത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിൽ ഞാൻ മോമോസും അതിൻ്റെ സോസൊക്കെ എടുത്ത് പ്ലേറ്റിലേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. എന്താ ചൂട് ചായ. ഇങ്ങനെ ചായയും കടിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിരുന്നു. എന്താണ് സ്പെഷ്യൽ? തട്ടിക്കൂട്ട് സമയം 11 മണിയായിക്കോളും. ഇത് ഞാൻ ഫ്രൈ ചെയ്തതെടുത്താണ്ട് ഉള്ളിയും തക്കാളിയും വാട്ടി അതിക്ക് ആ കോളിഫ്ലവർ കൊണ്ടുപോയിട്ട് വേറെ സ്പെഷ്യൽ ഉണ്ടാക്കി. എൻ്റെ കൂട്ടം തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞങ്ങൾ എങ്ങനെയാണ് കേട്ടോ, ഒരു 9 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ചായയും കടി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അതിന് ശേഷമാവും പിന്നെ കുക്കിങ്ങിന്, അതായത് രാത്രി ഡിന്നറിനുള്ളത് റെഡിയാക്കുക. എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കുമ്പോഴേക്ക് 12 മണിയൊക്കെ ആവും.
അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഹസ്ബൻഡ് വരുന്നതിന് മുന്നേ തന്നെ മസാല ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കോളിഫ്ലവർ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യൂലേ, അങ്ങനെ മസാല ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മോമോസ് കണ്ടത്, അപ്പോൾ അത് കഴിക്കാൻ പോയി. പിന്നെ അതൊക്കെ ഫ്രൈ ചെയ്ത് ഫ്രൈ മാത്രം കൂട്ടിയിട്ട് കഴിക്കാമെന്ന് കരുതി, ടൈം ഒരുപാടായപ്പം. അപ്പോൾ ഹസ്ബൻഡ് അതിനിടയിൽ കൂടെ വന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് അതിലേക്ക് മസാല ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്യുന്നതൊക്കെ എടുത്തിട്ട് വേറെ മസാലയ്ക്ക് കൊണ്ടുപോയിടും. അങ്ങനെ പിന്നെ എല്ലാം റെഡിയാക്കിയപ്പോഴേക്ക് 11 മണി 11:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കലാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് 12 മണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.